136. 136. അതെ. ഓക്കെ. ഇതിന് ഫിനാൻസ് കയറുമല്ലോ? ഫിനാൻസ് കിട്ടും. 26 പ്രൈസ് വരുന്നത്. 136. അതെ. ഓക്കെ. നെഗോഷ്യബിൾ ആണോ? ആണ്. നമുക്കിത് 136 വില വരുന്നത്. നെഗോഷ്യബിൾ ആണ്. ഇത് 5 ഇട്ടേക്കുന്നത് കമ്പനി പ്രൈസ്. ഓഫർ പ്രമാണിച്ച് നമുക്ക് 475 കൊടുക്കാം. നമുക്കത് 260 കൊടുക്കാം. 260 കൊടുക്കാം. അതെ. ഇട്ടേക്കുന്ന വില ഓഫർ പ്രമാണിച്ച് നമ്മൾ 440 കൊടുക്കും. 440 കൊടുക്കാം. എർട്ടിക 2021 മോഡൽ. സിംഗിൾ ഓണറാണ്. SL6 അല്ലേ? എങ്ങനെയാണ്? ആൽഫയാണ്. ഫുൾ ഓപ്ഷൻ വണ്ടി. ഹൈബ്രിഡ് ആണ്. നമസ്കാരം, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനുള്ളത് ട്രൂ വാല്യൂവിലാണ് കേട്ടോ. ട്രൂ വാല്യൂവിൽ ചിങ്ങം ഓഫർ, അതായത് ഓണത്തിൻ്റെ ഓഫറിൽ ചിങ്ങം പ്രമാണിച്ചൊരു ഓഫർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. വണ്ടിയൊക്കെ എല്ലാം വില കുറച്ചിട്ടുണ്ട്. അപ്പം അവരുടെ ലൊക്കേഷൻ വരുന്ന തിരുവനന്തപുരം തൈക്കാട് പോലീസ് ഗ്രൗണ്ട് ജസ്റ്റ് ഓപ്പോസിറ്റ്. നമ്മൾ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടി ആസിഫ് ഉണ്ട്. ആസിഫ് വീഡിയോയുടെ സ്വാഗതം. അപ്പോൾ നമ്മൾ എന്താണ് ഓഫർ വരുന്നത്? ഓണം നമ്മൾ ചിങ്ങം പ്രമാണിച്ച് നമ്മൾ ഓഫർ ഇട്ടിട്ടുണ്ട്. നിരവധി വണ്ടികൾക്ക് നമ്മൾ ഓഫർ കൊടുക്കുന്നുണ്ട്. വില കുറയ്ക്കുന്നുണ്ട്. അതെ, ഓഗസ്റ്റ് 14 തീയതി നമ്മൾ കൊടുക്കുന്നത്. ഓഗസ്റ്റ് 14 ചിങ്ങം ഓഫർ വരുന്നുണ്ട്. ഓക്കെ. അപ്പോൾ അത് കഴിയുമ്പോൾ ഓണം ഓഫർ സ്റ്റാർട്ട് ചെയ്യും. അതെ. ഓക്കെ. അപ്പോൾ നമ്മുടെ വണ്ടിയൊക്കെ ലോൺ ഏത് വർഷം മുതൽ സ്റ്റാർട്ട് ചെയ്യും? 2015 തൊട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. 2015 ആകുമ്പോൾ 1 കൊല്ലം കിട്ടും. ബാക്കി 12 തൊട്ടാകുമ്പോഴത്തേക്ക് 3 കൊല്ലം അങ്ങനെ കിട്ടാറുണ്ട്. സമയം കൂട്ടും. അതെ. അപ്പം വണ്ടിക്ക് വാറണ്ടിയോ? 2018 മുതലുള്ള വണ്ടികൾക്ക് നമ്മൾ വാറണ്ടി കൊടുക്കുന്നുള്ളൂ. ഓക്കെ. അപ്പോൾ അവരുടെ നമ്പർ ഞാൻ സ്ക്രീനിൽ കാണിക്കാം. അതുപോലെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാൻ നിങ്ങൾക്ക് ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യാം. നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുന്ന ചാനൽ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നേരെ വീഡിയോ. ആസിഫെ, നമ്മുടെ ഫസ്റ്റ് വണ്ടി ഓൾട്ടോ കേട്ടൺ അല്ലേ? ഓൾട്ടോ കേട്ടൺ. എന്നാ ഡീറ്റെയിൽസ് വരുന്നത്? ഇത് 2011 മോഡലാണ്. സെക്കൻഡ് ഓണറാണ്. സെക്കൻഡ് ഓണർഷിപ്പ്. അതെ. 75,000 കിലോമീറ്റർ ഓടി. 75,000 കിലോമീറ്റർ. അതെ. ടയർ 4 പുതിയ ടയറുണ്ടല്ലേ? പുതിയ ടയറാ. വേറെ റീപ്ലേസ്മെന്റ് എന്തെങ്കിലും വരുന്നുണ്ടോ? ഇല്ല. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. കുഴപ്പമൊന്നുമില്ല. സർവീസ് എങ്ങനെ? പുറത്താണോ കമ്പനി സർവീസ് ആണോ? കമ്പനി സർവീസ് ആണ്. ഓക്കെ. ഇത് VXI ആണോ LXI ആണോ? VXI. ഓക്കെ. 2 ഡോർ പവറിൻ്റെ AC പവർ സ്റ്റിയറിംഗ് വരുന്നുണ്ടല്ലേ? അതെ. അല്ല, വർക്കിംഗ് ആണല്ലോ? വർക്കിംഗ് ആണ്. പ്രശ്നമൊന്നുമില്ല. കണ്ടീഷൻ വണ്ടിയാണല്ലോ? കണ്ടീഷൻ വണ്ടി. ഓക്കെ. ആസിഫ്, എങ്ങനെ ഇതിൻ്റെ പ്രൈസ് വരുന്നത്? നമുക്ക് 136 പ്രൈസ് വരുന്നത്. 136. അതെ. അപ്പം ആസിഫ്, 136 നെഗോഷ്യബിൾ ആണോ? നെഗോഷ്യബിൾ ആണ്. ഓക്കെ. അപ്പോൾ ഫിനാൻസ് കയറുമോ ഈ വണ്ടിക്ക്? ഒരു കൊല്ലത്തെ ഫിനാൻസ്. അപ്പം ആസിഫ്, അടുത്ത വണ്ടി ഓൾട്ടോ 800 സ്റ്റാൻഡേർഡ്. ഓക്കെ. മോഡൽ ഏതാ? 2014 മോഡൽ. 14 അല്ലേ? അതെ. ഓക്കെ. ഓണർഷിപ്പ് കിലോമീറ്റർ? സെക്കൻഡ് ഓണർഷിപ്പ്. കിലോമീറ്റർ 48,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 48,000 കിലോമീറ്റർ. അതെ. വേറെ മേജർ റീപ്ലേസ്മെന്റ് കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? കുഴപ്പമൊന്നുമില്ല. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല? ഇല്ല. വണ്ടി വാഷ് ചെയ്യണമല്ലേ? നിങ്ങൾ കൊടുക്കുമ്പോഴത്തേക്ക് നമ്മൾ വാഷ് ചെയ്ത് പോളിഷ് ചെയ്ത് കൊടുക്കാറുള്ളൂ. ഓക്കെ. ഇന്ത്യയിൽ നോക്കുമ്പോൾ സീറ്റ് കവറുണ്ട്. കുഴപ്പമില്ല. ചെറിയ ഡാമേജ് ആണ് സീറ്റ് കവർ. ഒരു സീറ്റ് കവർ സ്റ്റാൻഡേർഡാണ്. വേറെ പ്രശ്നമൊന്നുമില്ല. കണ്ടീഷൻ വണ്ടിയാണ്. ഓക്കെ. അപ്പോൾ ഇതെങ്ങനെ വില വരുന്നത്? നമുക്കിത് 136 വില വരുന്നത്. നെഗോഷ്യബിൾ ആണ്. 136. അതെ. നെഗോഷ്യബിൾ. 2014 വണ്ടി അല്ലേ? അതെ. നെഗോഷ്യബിൾ ആണ്. അതെ. ഇതിലെ ഫിനാൻസ് അപ്പോൾ എത്ര കയറും? നമുക്കൊരു 80% ഫിനാൻസ് കിട്ടും. 80% കിട്ടും. അതെ. ഓക്കെ. ഓൾട്ടോ കേട്ടൺ 2011 മോഡൽ. സെക്കൻഡ് ഓണർ. 85,000 കിലോമീറ്റർ ഓടി. 85,000 കിലോമീറ്റർ അല്ലേ? സെക്കൻഡ് ഓണർഷിപ്പ്. മോഡൽ 2014. ഓക്കെ. വണ്ടി കണ്ടീഷനാണ്. സീറ്റ് കവർ ചെയ്തിട്ടുണ്ട്. നീറ്റാണ് കേട്ടോ. അതിനകത്ത് സ്റ്റീരിയോ വെച്ചിട്ടുണ്ട്. AC പവർ സ്റ്റിയറിംഗ് മാത്രമല്ലേ? ടയർ കണ്ടീഷൻ ഒരു 70% ടയറുണ്ട്. വേറെ മേജർ റീപ്ലേസ്മെന്റ് എന്തെങ്കിലും വരുന്നുണ്ടോ? മേജറായിട്ടൊന്നുമില്ല. മേജർ റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ഇല്ല. സ്ഥിരമുള്ള വണ്ടിയാണ് അല്ലേ? സ്ഥിരമുള്ള വണ്ടിയാണ്. ഓക്കെ. അപ്പം ഓൾട്ടോ കേട്ടൺ 2011 നമുക്ക് എത്രയ്ക്ക് കൊടുക്കാം? 136. അതെ. ഓക്കെ. ഇതിന് ഫിനാൻസ് കയറുമല്ലോ? ഫിനാൻസ് കിട്ടും. ഒരു കൊല്ലത്തെ കിട്ടും. ഈ പ്രൈസ് നെഗോഷ്യബിൾ ആണോ? ചെറുതായിട്ട് നെഗോഷ്യബിൾ ആണ്. ശരി. അപ്പോൾ അടുത്ത വേണ്ടി ഓൾട്ടോ 800. അത് 2016 മോഡൽ. സെക്കൻഡ് ഓണർ. 35,000 കിലോമീറ്റർ ഓടിയിട്ടു. 30,000 കിലോമീറ്റർ അത്രേ ഓടിയിട്ടുള്ളൂ. സെക്കൻഡ് ഓണർഷിപ്പ് അല്ലേ? അതെ. ഓക്കെ. സർവീസ് എങ്ങനെ? പുറത്താണോ കമ്പനി സർവീസ് ആണോ? കമ്പനി സർവീസ്. ഓക്കെ. ഇത് ഗുഡ് കണ്ടീഷനാണ്. റീപ്ലേസ്മെന്റ് എന്തെങ്കിലും വരുന്നുണ്ടോ? ഒന്നുമില്ല. ടയർ കണ്ടീഷൻ ഒരു 60% ടയർ ഉണ്ടല്ലേ? അതെ. ഓക്കെ. ഇന്റീരിയർ സീറ്റ് കവർ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇത് ഇൻബിൽറ്റ് സ്റ്റീരിയോ വരുന്നുണ്ട്. AC പവർ സ്റ്റിയറിംഗ് 2 ഡോർ പവർ ഉണ്ട് അല്ലേ? അതെ. ഓക്കെ. അപ്പം ആസി, വേറെ മേജർ ഇഷ്യൂ കാര്യങ്ങളൊന്നും ഇല്ലല്ലോ? ഒന്നുമില്ല. സെൻട്രൽ ലോക്കലേ വരുന്ന വണ്ടിയല്ലേ? അതെ. ഓക്കെ. അപ്പോൾ 2016 വണ്ടി ഇപ്പോൾ നമ്മുടെ ഓഫർ പ്രൈസ് അല്ലേ വരുന്നത്? ഓഫർ പ്രൈസ് ആണ്. എങ്ങനെയാണ് ഓഫർ പ്രൈസ് വരുന്നത്? നിലവിൽ നമ്മൾ വണ്ടി വില 275 ഇട്ടിരുന്നത്. ഓഫർ പ്രമാണിച്ച് 250 നമ്മൾ കൊടുക്കായിട്ടിരിക്കുന്നത്. അപ്പോൾ 275 ആയിരുന്നു. ഇപ്പം 2 ആയിരുന്നു. 25,000 കുറച്ചിട്ടുണ്ട്. അതെ. ഓക്കെ. അപ്പം വാറണ്ടി ഉള്ള വണ്ടിയാണോ? വാറണ്ടി 6 മന്ത് വാറണ്ടി ഉള്ള വണ്ടിയാണ്. അതെ. അപ്പം ഫിനാൻസ് എങ്ങനെ വരും? 80% ഫിനാൻസ് കൊടുക്കുന്നുണ്ട്. ആസിഫ്, അടുത്ത വണ്ടി ഓൾട്ടോ 800. അതെ. 2018 മോഡൽ. 18 വണ്ടി. അതെ. ഓക്കെ. സെക്കൻഡ് ഓണറാണ്. 41,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 41,000 കിലോമീറ്റർ. അതെ. ഓക്കെ. റീപ്ലേസ്മെന്റ് എന്തെങ്കിലും ഉണ്ടോ? കുഴപ്പമൊന്നുമില്ല.
റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ഇല്ല. സർവീസ് എങ്ങനെ പുറത്താണോ കമ്പനി സർവീസ് ആണോ? കമ്പനി സർവീസാണ്. ഇതെങ്ങനെ വാറണ്ടി ഉള്ള വണ്ടിയാണോ? വാറണ്ടി ഉള്ള വണ്ടിയാണ്. വാറണ്ടി വിത്ത് 3 ഫ്രീ സർവീസും കൊടുക്കുന്നുണ്ട്. ഓക്കെ. ടയർ എന്നാലും ഒരു 80% ടയർ ഉണ്ടല്ലേ? അതെ. അതല്ല പുതിയ ടയർ തന്നെ പറയാം. അടുത്തായിട്ട് ഓടിയിട്ടില്ല എടുത്ത്. ഓക്കെ. ചില പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ? ഇല്ല. ഇന്ത്യയുടെ സീറ്റ് കവർ ചെയ്തിട്ടുണ്ട് കേട്ടോ. നല്ല വൃത്തിയുണ്ട്. ഇതിനകത്ത് സോണിയുടെ സ്റ്റീൽ ഇരിപ്പുണ്ട്, 2 ഡോർ പവറുണ്ട്, AC പവർ സ്റ്റിയറിംഗ്. മേജർ റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ഇല്ല. ഓക്കെ. അപ്പോൾ 2018 നമുക്ക് എത്രയ്ക്ക് കൊടുക്കാം ഈ വണ്ടി? നമ്മൾ ഓഫറാണ് ഇട്ടേക്കുന്നത്. ഇതിൽ 293 ഇട്ടേക്കുന്നത്. ഓഫർ പ്രമാണിച്ച് നമ്മൾ 265 കൊടുക്കുന്നു. 265 കൊടുക്കുന്നുണ്ട്. അതെ. 293 ആയിരുന്നു. ഇപ്പോഴും 265 മാസം 14 തീയതി വരെ അല്ലേ? 14 തീയതി 265 വാങ്ങിക്കാം. അതെ. ഓക്കെ. അപ്പോൾ ഇതിൻ്റെ വാറണ്ടി ഉള്ള വണ്ടിയല്ലേ? വാറണ്ടി ഉള്ള വണ്ടിയാണ്. 6 മന്ത് വാറണ്ടി ഉണ്ട്, 3 ഫ്രീ സർവീസും കൊടുക്കുന്നുണ്ട്. ഫ്രീ സർവീസും ഉണ്ട്. അതെ. ഫിനാൻസ് എങ്ങനെ 80 to 85% കൊടുക്കുന്നുണ്ട്. അടുത്തത് ഓൾട്ടർനേറ്റീവ് ആണ്. അതെ. എങ്ങനെയാണ് ഡീറ്റെയിൽസ്? 2015 മോഡൽ, സിംഗിൾ ഓണർ, 50,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 50,000 കിലോമീറ്റർ അത്ര. സിംഗിൾ ഓണർഷിപ്പ് അല്ലേ? സിംഗിൾ ഓണർഷിപ്പ്. ഓക്കെ. വണ്ടി സ്ക്രാച്ചസ് ചെറുതായിട്ടൊക്കെ ഉള്ളൂ. വേറെ മേജർ ഡെൻറ്റോ കാര്യങ്ങളൊന്നുമില്ല. റീപ്ലേസ്മെൻറ്റ് എന്തെങ്കിലും വരുന്നുണ്ടോ? ഇല്ല. ഒന്നുമില്ല. ടയർ കണ്ടീഷൻ ഒരു 60% ടയർ ഉണ്ടല്ലേ? അതെ. ഓക്കെ. വേറെ മേജർ സ്ക്രാച്ചസ് ഒന്നുമില്ല കേട്ടോ. ഇന്ത്യയിലെ സീറ്റ് കവർ ചെയ്തിട്ടുണ്ട്, നല്ല വൃത്തിയായിട്ടിരിപ്പുണ്ട്, കുഴപ്പമില്ല. ഇതിനകത്ത് സോണിയുടെ സ്റ്റീരിയോ ഇരിപ്പുണ്ട്, 2 ഡോർ പവറുണ്ട്, AC പവർ സ്റ്റിയറിംഗ് അല്ലേ? സെൻട്രൽ ലോക്ക് വരുന്നുണ്ടോ? സെൻട്രൽ ലോക്ക് വരുന്നുണ്ട്. അപ്പോൾ 2015 സിംഗിൾ ഓണർഷിപ്പ് എത്രയും കൊടുക്കാം നമുക്ക്? 260 കൊടുക്കാം. 260 കൊടുക്കാം. ഓക്കെ. അപ്പം ഫിനാൻസ് ഇപ്പോൾ എങ്ങനെ വരും? ഫിനാൻസ് 80 to 85. അപ്പോൾ അടുത്ത വണ്ടി സെലേരിയോ. 2019 മോഡൽ. ഓക്കെ. സെക്കൻഡ് ഓണറാണ്. 33,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 33,000 കിലോമീറ്റർ. അതെ. റീപ്ലേസ്മെൻറ്റ് എന്തെങ്കിലും വരുന്നുണ്ടോ? ഒന്നുമില്ല. ഓക്കെ. ടയർ പുതിയ ഇട്ടിട്ടുണ്ടല്ലേ? അതെ. ഓക്കെ. വണ്ടി നീറ്റാണോ? സ്ക്രാച്ചസോ കാര്യങ്ങളൊന്നും ഇല്ല? വണ്ടി നീറ്റാ. ആസിഫെ ഷോറൂം സർവീസ് തന്നെയല്ലേ? ഷോറൂം സർവീസാണ്. ZXi ആണല്ലേ? ZXi. ഓക്കെ. അന്നത്തെ ടോപ്പ് വാറണ്ടി വരുന്നുണ്ട്. അന്നത്തെ ടോപ്പ് എൻ്റെ വണ്ടി. അതെ. ഓക്കെ. വണ്ടി നീറ്റ് കേട്ടോ, സ്ക്രാച്ചസ് ഒന്നുമില്ല. അത് മാനുവൽ അല്ലേ വണ്ടി? മാനുവൽ. ഓക്കെ. ഓക്കെ. ഇൻറ്റീരിയർ നീറ്റാണ് കേട്ടോ. സീറ്റ് കവർ ചെയ്തിട്ടുണ്ട്, നല്ല വൃത്തിയായിരിപ്പുണ്ട്. ഇതിനകത്ത് ZXi ആണ്. സ്റ്റിയറിംഗ് മൗണ്ട് കൺട്രോൾസ് വരുന്നുണ്ട്, ഇൻബിൾട്ട് സ്റ്റീരിയോ, AC മാനുവലാണ് വരുന്നത്, 4 ഡോർ പവറുണ്ട്, പവർ സ്റ്റിയറിംഗ്, എയർ ബാഗ് സിംഗിളാണ് വരുന്നത്, സിംഗിൾ എയർ ബാഗ് അല്ലേ? ഓക്കെ. വേറെ ഒന്നുമില്ല. കണ്ടീഷനാണല്ലോ വണ്ടി? കണ്ടീഷനാണ്. സെലൂരിയോ മൈലേജ് ഒരു 18 മേൽ കിട്ടത്തില്ലേ? കിട്ടും. ഓക്കെ. അപ്പോൾ ആസിഫ് എങ്ങനെ പ്രൈസ് വരുന്നത്? 453 പ്രൈസ് വരുന്നത്. നമ്മൾ ഇട്ടേക്കുന്ന വില ഓഫർ പ്രമാണിച്ച് നമ്മൾ 440 കൊടുക്കും. 440 കൊടുക്കും. അപ്പം വാറണ്ടി വരുന്ന വണ്ടിയല്ലേ? വാറണ്ടി വരുന്ന വണ്ടിയാണ്. 2019 മോഡലാണ്. വാറണ്ടി 1 ഇയർ വാറണ്ടി ഉണ്ട്. ഓക്കെ. അപ്പം ഫിനാൻസ് 85%. 85. അപ്പോൾ അടുത്ത വണ്ടി സെലേരിയോ. 2017 മോഡൽ. ഓക്കെ. സിംഗിൾ ഓണറാണ്. സിംഗിൾ ഓണർഷിപ്പ്. അതെ. 24,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. എത്രയാണ്? 24,000 കിലോമീറ്റർ. അത്രേ ഓടിയിട്ടുള്ളൂ. ഓക്കെ. കമ്പനി സർവീസ് തന്നെയാണല്ലോ? കമ്പനി സർവീസാണ്. ഇത് ZXi ആണല്ലേ? ZXi. ഓക്കെ. ഇതും സ്ക്രാച്ചസ് കാര്യങ്ങളൊന്നും ഇല്ല. നീറ്റ് ആയിരിപ്പുണ്ട്. ടയർ കണ്ടീഷൻ ഫസ്റ്റ് ടയറാന്ന് തോന്നുന്നല്ലേ? അതെ, ഫസ്റ്റ് ടയർ. ഓടിയിട്ടില്ല. 24,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ആ തേയ്മാനമുള്ളല്ലേ? അതെ. സീറ്റ് കവർ ചെയ്തിട്ടുണ്ട് കേട്ടോ, കുഴപ്പമില്ല, വൃത്തിയുണ്ട്. ഇതിനകത്ത് ഇൻബിൽറ്റ് സ്റ്റീരിയോ വരുന്നുണ്ട്, സ്റ്റിയറിംഗ് മൗണ്ട് കൺട്രോൾസ് വരുന്നുണ്ട്, മാനുവൽ AC വരുന്നുണ്ട്, 4 ഡോർ പവറുണ്ട്, AC പവർ സ്റ്റിയറിംഗ്, മിറർ അഡ്ജസ്റ്റ്, സിംഗിൾ എയർ ബാഗ് അല്ലേ? അതെ. അപ്പം എങ്ങനെ ഇതിൻ്റെ പ്രൈസ്? നമുക്കിത് ഫൈനലിൽ 415 കൊടുക്കാം. 415. അതെ. ഓക്കെ. ഓഫർ പ്രൈസ് ആണോ? ഓഫർ പ്രൈസാണ്. 415. ഓക്കെ. ഫിനാൻസ് 80 to 85. ആസിഫെ അടുത്ത വണ്ടി സെലേരിയോ പുതിയ മോഡലല്ലേ? അതെ, പുതിയ മോഡലാണ്. 2022 മോഡലാണ്. 22 മോഡൽ. അതെ. സെക്കൻഡ് ഓണറാണ്. പക്ഷേ കിലോമീറ്റർ 16,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. വെറും 16,000 കിലോമീറ്റർ. അതെ. സെക്കൻഡ് ഓണർഷിപ്പ്. ഓക്കെ. വേറെ റീപ്ലേസ്മെന്റ് എന്തെങ്കിലും വരുന്നുണ്ടോ? ഒന്നുമില്ല. കമ്പനി സർവീസ് തന്നെയാണോ? കമ്പനി സർവീസാണ്. പക്ഷെ വണ്ടി നീറ്റ് ആണ് കേട്ടോ, സ്ക്രാച്ചസ് ഒന്നുമില്ല. ടയർ കണ്ടീഷൻ ഒരു എന്താ പറയുക, ഒരു 60% ടയർ ഉണ്ട് അല്ലേ? അതെ. ഓക്കെ. സെലൂരിയോ ന്യൂ ഷേപ്പാണ്. ഇതിനകത്ത് സീറ്റ് വർക്ക് ചെയ്തിട്ടുണ്ട്, നല്ല വൃത്തിയായിട്ടുണ്ട് കേട്ടോ, ക്ലീനാണ്. അതിനകത്ത് ഇൻബിൽറ്റ് സ്റ്റീരിയോ വരുന്നുണ്ട്, സ്റ്റിയറിംഗ് മൗണ്ട് കൺട്രോൾസ് വരുന്നുണ്ട്, AC മാനുവലാണ് വരുന്നത്, 4 ഡോർ പവറുണ്ട് വരുന്നുണ്ട് അല്ലേ? അതെ. പവർ സ്റ്റിയറിംഗ്, ഡ്യുവൽ എയർ ബാഗ് അല്ലേ? വേറെ റീപ്ലേസ്മെൻറ്റ് കാര്യങ്ങളൊന്നുമില്ല. അണ്ടർ വാറണ്ടി ഉള്ള വണ്ടി. അതെ. അപ്പോൾ എങ്ങനെയാണ് പ്രൈസ്? 530 വില. നമ്മൾ ഓഫർ പ്രമാണിച്ച് 5 രൂപയ്ക്ക് കൊടുക്കാം. 5 ലക്ഷം രൂപയ്ക്ക് കൊടുക്കാം. 5 ലക്ഷം രൂപയ്ക്ക് കൊടുക്കാം. ഓക്കെ. അപ്പോൾ നിലവിലത്തെ വില 5 ലക്ഷം രൂപയാണ്. 14 തീയതി വരെ. 14 തീയതി വരെ. ചിങ് ഓഫറിന്. ചിങ് ഓഫറാണ്. അപ്പം വാറണ്ടി എത്ര വരുന്നത്? 1 ഇയർ വാറണ്ടി കൊടുക്കുന്നുണ്ട്. 1 ഇയർ. അപ്പോൾ ഫിനാൻസ് 85%. 85. അസിഫ് അടുത്ത വണ്ടി വാഗണർ. 2018 ഓക്കെ. AMT ഓട്ടോമാറ്റിക് ആണ്. ഓട്ടോമാറ്റിക് AMT. അതെ. ഓക്കെ. സിംഗിൾ ഓണർ. കിലോമീറ്ററോ? 41,000 കിലോമീറ്റർ ആയിട്ടുള്ളൂ. ഇത്ര ഓടിയിട്ടുള്ളൂ അല്ലേ? റീപ്ലേസ്മെൻറ്റ് എന്തെങ്കിലും വരുന്നുണ്ടോ? ഒന്നുമില്ല. ഓട്ടോമാറ്റിക്. വേറെ സ്ക്രാച്ചസ് ഒന്നുമില്ല. ടയർ കണ്ടീഷൻ ഒരു 70% ടയറുണ്ട്. ഫ്രണ്ടിൽ പുത്തൻ ടയറാണ് കേട്ടോ. ഓക്കെ. ഇൻറ്റീരിയർ കണ്ടീഷൻ സീറ്റ് വർക്കൊക്കെ ഉണ്ട്, പക്ഷേ കുഴപ്പമില്ല, വൃത്തിയുണ്ട്. ഇൻബിൽറ്റ് സ്റ്റീരിയോ വരുന്നുണ്ട്, AC വരുന്നുണ്ട്, പവർ സ്റ്റിയറിംഗ്, 4 ഡോർ പവർ ഉണ്ട് വരുന്നുണ്ട് അല്ലേ? അതെ.
AMT മൈലേജ് ഒരു വ്യത്യാസം വരാൻ സാധ്യതയില്ലല്ലോ, ഒരു 15 റേഞ്ച് കിട്ടില്ലേ? ആ റേഞ്ച് കിട്ടും. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെയാണ് പ്രൈസ് വരുന്നത്? നമുക്കിത് 5 ഇട്ടേക്കുന്നത് കമ്പനി പ്രൈസ്. ഓഫർ പ്രമാണിച്ച് നമുക്ക് 4.75 കൊടുക്കാം. 4.75. അതെ. ഫിനാൻസ് എത്ര കയറും? ഫിനാൻസ് 80 to 85%. അടുത്ത വണ്ടി ബ്രസ. 2023-24 രജിസ്ട്രേഷൻ വണ്ടിയാണ്. EXI ആണ്. EXI. അതെ, സിംഗിൾ ഓണർഷിപ്പ്. 17,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 15,000 കിലോമീറ്റർ. 17,000. അതെ, ഓക്കെ. വേറെ റീപ്ലേസ്മെന്റ് ഒന്നുമില്ലല്ലോ? ഒന്നുമില്ല. വണ്ടി നീറ്റ് ആണോ? സ്ക്രാച്ചസ് ഒന്നുമില്ല? ഒന്നുമില്ല. ഡെന്റ് ഇല്ല. ഇത് വാറണ്ടി ഉള്ള വണ്ടിയാണോ? വാറണ്ടി ഉള്ള വണ്ടിയാണ്. ഫ്രീ സർവീസ് ഉണ്ട്, 3 ഫ്രീ സർവീസ് ഉണ്ട്, വാറണ്ടി ഉണ്ട്, എല്ലാം ഉണ്ടല്ലേ? എല്ലാം ഉണ്ട്. 2024 വണ്ടിയാണ്. പെട്രോൾ ആണല്ലോ? പെട്രോൾ മാനുവൽ അല്ലേ? മാനുവൽ. സീറ്റ് വർക്ക് ചെയ്തിട്ടുണ്ട്, നല്ല വൃത്തിയുണ്ട് കേട്ടോ. അതിനകത്ത് ടച്ച് സ്ക്രീൻ വരുന്നുണ്ട്. AC ഓട്ടോമാറ്റിക് അല്ലേ? അതെ, ഓട്ടോമാറ്റിക് AC, സ്റ്റിയറിംഗ് മൗണ്ട് കൺട്രോൾസ്, ഫോർവേഡ് പവർ ഉണ്ട്, പവർ സ്റ്റിയറിംഗ്, എല്ലാ ഫീച്ചറും വരുന്നുണ്ടല്ലേ? അതെ. ഓക്കെ, ഇത് വേരിയൻ്റ് ഏതായിരുന്നു? VXI. ഓക്കെ. അപ്പോൾ ഇതെങ്ങനെ പ്രൈസ്? നമ്മൾ സെല്ലിംഗ് പ്രൈസ് 10-15 ആയിരുന്നു. ഓഫർ പ്രമാണിച്ച് നമ്മൾ 9.80 കൊടുക്കും. 9.80. അതെ. ഓക്കെ, ഓഫർ വില കുറച്ചിട്ടുണ്ടല്ലേ? അത് കുറച്ചിട്ടുണ്ട്. അപ്പം ഫിനാൻസ് അപ്പോൾ എങ്ങനെ കയറും? 80% ഫിനാൻസ് കയറും. അതെ. പിന്നെ അപ്പം നമ്മുടെ വാറണ്ടി എത്ര വരുന്നത്? 1 ഇയർ വാറണ്ടി ഉണ്ട്. അതെ. അപ്പോൾ അടുത്ത വണ്ടി എർട്ടിക. 2021 മോഡൽ. സിംഗിൾ ഓണറാണ്. 61,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഓക്കെ. റീപ്ലേസ്മെന്റ് എന്തെങ്കിലും വരുന്നുണ്ടോ? ഒന്നുമില്ല. പക്ക കണ്ടീഷനാണ്. ടയർ നാലും മാറിയിട്ടുണ്ടല്ലേ? ഹൈബ്രിഡ് ആണല്ലേ വണ്ടി? ഹൈബ്രിഡ്. ഓക്കെ. ടയർ നാലും ഒരു 90% ടയറുണ്ട് കേട്ടോ. റീപ്ലേസ്മെന്റ് ഒന്നുമില്ലല്ലോ? ഒന്നുമില്ല. ഓക്കെ, സ്ക്രാച്ചസ് കാര്യങ്ങളൊന്നുമില്ല. ഇൻറ്റീരിയർ നീറ്റാണ് കേട്ടോ. സീറ്റ് വർക്ക് ചെയ്തിട്ടുണ്ട്, വെൽ മെയിൻറ്റൈൻഡ് ആണ്. റൂഫ് AC വരുന്നുണ്ട്. ഇൻബിൽറ്റ് സ്റ്റീരിയോ, ഓട്ടോമാറ്റിക് AC, സ്റ്റിയറിംഗ് മൗണ്ട് കൺട്രോൾസ്, ഫോർവേഡ് പവർ ഉണ്ട്, AC പവർ സ്റ്റിയറിംഗ്, ഫുഡ് സ്റ്റാർട്ട്, കീല സെൻറ്റർ എല്ലാം ഉണ്ടല്ലേ? എല്ലാം ഉണ്ട്. ടോപ്പ് എൻ്റെ വണ്ടി. ഓക്കെ. ആലോയ്സ് എല്ലാം വരുന്നുണ്ട്. കണ്ടീഷൻ വണ്ടി അല്ലേ? കണ്ടീഷൻ വണ്ടി പക്ക. പിന്നെ ഒന്നും പറയാനില്ല. അതെങ്ങനെ? അത് നമുക്ക് 9.65 കൊടുക്കാം. 9.65. അപ്പോൾ പക്ഷേ ഇതിന് ഹൈബ്രിഡ് ആയിട്ട് മൈലേജ് കൂടുതലായിരിക്കും? മൈലേജ് കൂടുതൽ. ഫിനാൻസ് നമുക്ക് 80%. അണ്ടർ വാറണ്ടി ഉള്ള വണ്ടിയല്ലേ? വാറണ്ടി ഉള്ള വണ്ടിയാണ്. 1 ഇയർ വാറണ്ടി, 3 ഫ്രീ സർവീസും കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടിയാണ്. അസിഫ്, അടുത്ത വണ്ടി SL6 അല്ലേ? എങ്ങനെയാണ്? ആൽഫ ആണ്. ഫുൾ ഓപ്ഷൻ വണ്ടി. വണ്ടി. ഹൈബ്രിഡ് ആണല്ലേ? അതെ. 2022 മോഡൽ. ഓണർഷിപ്പ് കിലോമീറ്റർ? സിംഗിൾ ഓണർഷിപ്പ് ആണ്. കിലോമീറ്ററോ? 36,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഓക്കെ. SL6 വണ്ടി നീറ്റാണല്ലേ? സ്ക്രാച്ചസ് ഒന്നുമില്ല. സ്മാർട്ട് ഹൈബ്രിഡ്. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. പക്ക. ഓക്കെ. അലോയ്സ് വരുന്നത് ടോപ്പ് എൻ്റെ വണ്ടിയാണ്. ടയർ കണ്ടീഷൻ ഒരു 70% ടയറുണ്ട്. ഇന്റീരിയറിൽ സീറ്റ് വർക്ക് ചെയ്തിട്ടുണ്ട്, പക്ഷേ വെൽ മെയിൻറ്റൈൻഡ് ആണ് കേട്ടോ. അതിനകത്ത് റൂഫ് AC വരുന്നുണ്ട്. ഓട്ടോമാറ്റിക്കാണ്. സ്റ്റിയറിംഗ് മൗണ്ട് കൺട്രോൾസ്, ഇൻബിൽറ്റ് സ്റ്റീരിയോ ടച്ച് സ്ക്രീന്, ഫോർവേഡ് പവർ ഉണ്ട്, AC പവർ സ്റ്റിയറിംഗ്, പുഷ് സ്റ്റാർട്ട്, കീല സെൻറ്റർ എല്ലാം വരുന്നുണ്ടല്ലേ? ടോപ്പ് എൻ്റെ വണ്ടി. ഓക്കെ. അപ്പോൾ ഇതെങ്ങനെയാണ് പ്രൈസ് വരുന്നത്? ഇത് നമുക്ക് 10.85 കൊടുക്കാം. 10.85. അതെ. ഫിനാൻസ് 80% ഫിനാൻസ്. വീഡിയോ വൈൻഡപ്പ് ചെയ്യല്ലേ? അപ്പോൾ ശരി, അവിടുത്തെ അടുത്തൊരു വീഡിയോ കാണാം. ശരി, ഓക്കെ.